ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പലാസോ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 1 to 2 ഇയർ ഓൾഡ് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഫാബ്രിക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫാബ്രിക് വിഡ്ത് വൈസ് ഫോൾഡ് ചെയ്യുക. അതായത് നമ്മളൊരു ഫാബ്രിക് എടുക്കുമ്പോൾ അതിൻ്റെ വീതിപ്പാടെ മടക്കണമെന്ന്. നമ്മളൊരു ഫാബ്രിക് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് തേര് കാണാൻ കഴിയും, അതായത് സെൽവെഡ്ജ് കാണാൻ കഴിയും. ആ ഭാഗത്തോട്ട് വേണം നമ്മൾ ആദ്യം മടക്കാൻ. അതിനുശേഷം പിന്നെ നമ്മൾ ലെങ്ത് വൈസ് മടക്കുക. അപ്പോൾ ആദ്യം വിഡ്ത് വൈസ് മടക്കി, അതിനുശേഷം നമ്മൾ ലെങ്ത് വൈസ് മടക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും അങ്ങനെ രണ്ട് പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ പലാസോയുടെ ടോട്ടൽ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. പലാസോയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അതിൽ വേസ്റ്റ് ബാൻഡ് 1.5 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പം നമുക്ക് 15.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 15.5 ഇഞ്ചിനോടൊപ്പം 1/2 ഇഞ്ച് വേസ്റ്റ് തയ്ക്കാനായിട്ടുള്ള ബാൻഡുമായിട്ട് തയ്ക്കാനുള്ള തയ്യൽ തുമ്പും താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും, അങ്ങനെയാണ് 17 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹിപ്പ് റൗണ്ട് ആദ്യം മെഷർ ചെയ്ത് നോക്കുക, അതിനുശേഷം സീറ്റ് റൗണ്ട് മെഷർ ചെയ്ത് നോക്കുക, പിന്നെ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുക. ഈ ഹിപ്പ് റൗണ്ടും സീറ്റ് റൗണ്ടും ഈ രണ്ട് വാല്യൂസിൽ ഏത് വാല്യൂ ആണോ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ 4/1 ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഹിപ്പ് റൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ ഹിപ്പ് റൗണ്ട് വന്നിരിക്കുന്നത് 22 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചാണ്. പിന്നെ അതിനോടൊപ്പം 1 ഇഞ്ച് ഞാൻ ലൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു പലാസോയുടെ സൈഡൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനിൽ വരുന്നതാണ്. അവിടെ നമ്മൾ ഹിപ്പ് റൗണ്ടും സീറ്റ് റൗണ്ടും ഈ രണ്ട് വാല്യൂസിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വാല്യൂ ഏതാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7.3 ആണ്. ഞാനത് റൗണ്ട് ചെയ്തൊരു 7.5 എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 1 ഇഞ്ച് അഡീഷണൽ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം ഞാനിനി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പലാസോയുടെ ഒരു മോഡലൊന്ന് നമുക്ക് വരച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രോച്ച് ലെങ്ത് ഇപ്പം 7.5 കിട്ടിയെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ടിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡും കൂടെ ചേർത്തുള്ള വാല്യൂ ആണ് 7.5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റ് ബാൻഡ് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് നമ്മളൊരു പലാസോയുടെ മോഡലാണ്. അതിൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 1.5 ഇഞ്ചാണ്. ഇനി ഈ ഒരു വേസ്റ്റ് ബാൻഡും കൂടെ ചേർത്തുള്ള പലാസോയുടെ ടോട്ടൽ ലെങ്ത് ആണ് 17 ഇഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ വേസ്റ്റ് ബാൻഡ് 1.5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 15.5 ഇഞ്ച്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഈ വേസ്റ്റ് ബാൻഡും ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗം കണ്ടോ, അത് അത്രയാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത്. വേസ്റ്റ് ബാൻഡ് തൊട്ട് ആ ഒരു പാൻറ്റിൻ്റെ മടക്ക് വരുന്ന ആ ഒരു ഭാഗം വരെയാണ് ക്രോച്ച് ലെങ്ത്. അപ്പം നമുക്ക് ഈ വേസ്റ്റ് ബാൻഡ് മാറ്റിയുള്ള ബാക്കി പോർഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് വേസ്റ്റ് ബാൻഡും കൂടെ ചേർത്തുള്ള വാല്യൂ ആണല്ലേ, അതെത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ബാൻഡ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത് കുറയ്ക്കുക. അപ്പം നമ്മുടെ ടോട്ടൽ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.5 ആണ് അല്ലേ. അതായത് ആ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് 8.5. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1.5 ഇഞ്ച് കുറച്ചു. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പം ഈ 7 ആണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ഞാൻ ഇപ്പം മാർക്ക് ചെയ്തില്ലേ, ആ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്യേണ്ടത് 7 ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ വേസ്റ്റ് ബാൻഡും കൂടെ ചേർത്തുള്ള വാല്യൂ ആണ് നമുക്ക് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 എന്നുള്ള ഇക്വേഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുമ്പം നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് നമ്മൾ ആ ഒരു വാല്യൂന്ന് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3, അതായത് 22 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 7.3 ആണ്. നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 7.5 ആക്കി. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു പാൻറ്റിൽ വേസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പാൻറ്റിൻ്റെ നടുക്ക് ഭാഗം കണ്ടോ, അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം
മൊത്തം നമ്മുടെ ക്രോച്ചിൽ നിന്ന് മുകളിലും താഴെയുമായിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും എടുക്കുന്ന വാല്യൂവിൽ നിന്നായിരിക്കും ഈ ഒരു 1 ഇഞ്ച് കുറയുന്നത്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ആയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. അതായത് വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നുണ്ട്, പാൻറ്റിൻ്റെ നടുഭാഗം അടിക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തത്. അങ്ങനെയാണ് 8.5 ഇഞ്ച് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വേസ്റ്റ് ബാൻഡ് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡ് കുറച്ചിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 7 ഇഞ്ചാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ക്രോച്ചിന് വേണ്ട ലൂസ് കൊടുക്കണം. അപ്പം അത് നമ്മളൊരു 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ 1.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വലിയവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്കൊരു 2.5 ഇഞ്ചൊക്കെ കൊടുക്കാം. ഇനി അത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ കൈക്കുഴിയൊക്കെ ഷേപ്പ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 8.75 ഇഞ്ചാണ്. അത് തന്നെയായിരിക്കണം നമ്മൾ താഴത്തെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അവിടെയും മാർക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്ത ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 തന്നെയാണ് നമ്മൾ താഴത്തോട്ടും ആ ക്രോച്ചിൻ്റെ ഭാഗത്തും കൊടുത്തതല്ലേ. അപ്പം അതിന് പകരം നിങ്ങൾക്ക് അവിടെ തൈസ് റൗണ്ട്, തൊടയുടെ വണ്ണത്തിൻ്റെ പകുതിയും മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി താഴെ ഞാൻ അത്യാവശ്യം ഫ്ലെയറിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചും കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കുക. പിന്നെ സൈഡ് ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഫ്ലെയർ മാക്സിമം ഒരു 2.5 ഇഞ്ച് വരെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ആ ഒരു ടോപ്പ് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിലും കിട്ടിയിട്ടുണ്ട്, ബാക്കിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ്. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടെ ചെയ്തെടുക്കുകയാണ്. കാരണം ഈ തുണി അത്യാവശ്യം നല്ല തിന്നാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ എങ്ങനെയാണോ മെയിൻ ക്ലോത്ത് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അത് കംപ്ലീറ്റ് ഒരു എഡ്ജ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും രണ്ടും ലൈനിങ്ങും കൂടെ ചേർത്ത് ആ ഒരു ത്രൂ ഔട്ട് ഷേപ്പ് നമ്മളൊന്ന് എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പലാസോയുടെ താഴെ ചെറിയൊരു ബോർഡർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കസവിൻ്റെ ക്ലോത്ത് വെച്ച് തന്നെ ചെറിയൊരു ബോർഡർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ആ ലൈനിൽ കൂടി തന്നെ നമുക്ക് ബോർഡർ അറ്റാച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ബോർഡർ ചരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേപോലെ 2.5 ഇഞ്ച് ഒന്ന് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒരു കുഞ്ഞി ബോർഡറാണ്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ 2 സൈഡിലോട്ടും ഒരു 1/4 ഇഞ്ച് വെച്ചൊന്ന് മടക്കിയിട്ട് ഞാനൊന്ന് ആ ലൈനിന് പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബോർഡറിൻ്റെ വീതിയൊക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് ബോർഡറിങ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ടിനും ബാക്കിനും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ക്രോച്ച് ഭാഗം കണ്ടോ, ആ 2 ക്രോച്ച് ഭാഗവും നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രോസ് പീസും കൂടി അതിന് പുറത്തുകൂടി ഒന്ന് കവർ ചെയ്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ താഴ്ഭാഗത്ത് 1/2 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളാണ് പലാസോയുടെ കട്ടിങ്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് പിടിച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചെടുക്കുക. അപ്പം നമുക്ക് 2 ലെഗായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ക്ലോത്ത് പിടിച്ച് തിരിച്ചെടുക്കുക.
ഇനി ചെയ്യേണ്ട എന്താ, പാൻറ്റിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ 1/2 ഇഞ്ചിൽ തയ്ക്കുമെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ക്രോച്ചിന് അഡീഷണൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തത്. ഒന്ന് ആ പാൻറ്റിൻ്റെ നടുഭാഗം തയ്ക്കാനും പിന്നെ നമ്മൾ 1/2 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗം തയ്ക്കാനും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ എടുത്തിരുന്ന ഹിപ്പ് റൗണ്ട് എത്രയായിരുന്നു? 22 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് നമ്മൾ ലൂസും കൂടെ കൊടുത്തായിരുന്നു അല്ലേ. അപ്പോൾ കറക്റ്റ് ചുറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് 26 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത് എത്രയാണോ അത് തന്നെ ഞാൻ നമ്മുടെ വേസ്റ്റ് ബാൻഡിലോട്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. ബാൻഡിൻ്റെ വീതി ഞാനിവിടെ 1.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുക, പിന്നെ തയ്യൽ തുമ്പും. അങ്ങനെയാണ് ഞാനൊരു 4 ഇഞ്ച് വീതി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റ് ബാൻഡ് നമ്മളെ പാൻറ്റുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 1/2 ഇഞ്ചിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ചും പാൻറ്റിൻ്റെ നടുഭാഗത്തിൽ 1/2 ഇഞ്ചും തയ്ക്കാനാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ക്രോച്ചിനൊപ്പം ആഡ് ചെയ്തത് കേട്ടോ. ഇനിയൊന്നുമില്ല, നമ്മൾ ഇതേപോലെ മടക്കി 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം എന്താ, നമ്മൾ ഇലാസ്റ്റിക്കും കൂടി കയറ്റുക. ഇനി നമ്മുടെ ഇലാസ്റ്റിക്കാണ്. അപ്പം ഇലാസ്റ്റിക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളിനി വേസ്റ്റ് റൗണ്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഉടുപ്പിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് നമ്മളൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ. അതായത് ഒത്തിരി വലിയ ഇലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ഇഞ്ച് വരെ കുറയ്ക്കാം. അതല്ല ഒത്തിരി വലിയാത്ത ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 3 ഇഞ്ച് വരെയൊക്കെ കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഈക്വലി ആ ഒരു ഇലാസ്റ്റിക് വന്ന് ചേരും. പിന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് തയ്ക്കുക. അതിനുശേഷം ഇലാസ്റ്റിക്കിന് നടുക്കൂടി തുണി വലിച്ചു വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പലാസോയുടെ കട്ടിങ് വീഡിയോ. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.